ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്ന സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ മെയിനായിട്ടും സോയിലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. സോയിലിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, സോയിലും വാട്ടർ വരുമ്പം അതിൻ്റെ റിലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജിയോടെക്നിക്കൽ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇനിഷ്യലി നമ്മൾ എന്താണ് സോയിൽ, വാട്ട് ഈസ് സോയിൽ, അത് നമ്മൾ ആദ്യം അറിയണം. സോയിലിനെ പറ്റി നമ്മൾ ഒരാളോട് ചോദിച്ചാൽ, സാധാരണ ഒരു നോർമലി ഒരാളോട് ചോദിച്ചാൽ എന്തായിരിക്കും സോയിലിനെ പറ്റി പറയുന്നത്? സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ലൂസായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മിനറൽ, അതായിരിക്കും സാധാരണ ഒരാൾക്ക് പറയാനുള്ളത്. ഇനി നമ്മളൊരു ഫാർമറിനോട് ചോദിക്കുക, കൃഷി ചെയ്യുന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ഫെർട്ടൈലും ഉണ്ട്, നോൺ ഫെർട്ടൈലായിട്ടുള്ള സോയിലുണ്ട്, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ മിനറലാണ് സോയിൽ എന്ന് പറയും അല്ലേ. ഇനി നമ്മളൊരു ജിയോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹിം എന്തായിരിക്കും സോയിൽ? പുള്ളി പറയും സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു റോക്കാണ്, അല്ലെങ്കിൽ ഒരു റോക്കിൻ്റെ പാർട്ടിക്കിൾസ് ആണ് സോയിൽ എന്ന് പറയും. ഓക്കെ, സോ ആസ് എ സിവിൽ എഞ്ചിനീയർ നമ്മൾ അല്ലെങ്കിൽ ഒരു ജിയോളജിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽ ആയിട്ടാണ്. അൺകൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഹൈലി പാക്ഡ് ആയിട്ടുള്ളതല്ല, ലൂസായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് which is produced by the disintegration of rocks and decomposition of organic matter. അതായത് ഒരു വലിയൊരു റോക്ക്, ആ റോക്ക് പാർട്ടിക്കിൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തത് പൊടിഞ്ഞ് അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് മാറ്റേഴ്സൊക്കെ ഡീകമ്പോസ് ചെയ്ത് ഉണ്ടാകുന്ന ഓർഗാനിക് മാറ്റർ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു എ ജിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ജിയോടെക്നിക്കൽ എഞ്ചിനീയറിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും സോയിലിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയാം. ദെൻ ഈ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ മെക്കാനിക്സിന് ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ എല്ലാ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലേ. അപ്പം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ എന്താ പഠിക്കുന്നത്? ഫോഴ്സിൻ്റെ ആക്ഷൻ, ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റിനുണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മൾ മെക്കാനിക്സിൽ പഠിക്കുന്നത് അല്ലേ. സോ ഒരു ബോഡിയിൽ ഫോഴ്സ് കൊടുക്കുമ്പം ആ ബോഡിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും, സോ അതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കണ്ടത്. ഇലാസ്റ്റിക് ബോഡിക്ക് അല്ലെങ്കിൽ റിജിഡ് ബോഡിക്ക് ഫോഴ്സ് കൊടുത്തപ്പോൾ ഉള്ള മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലും നിങ്ങൾ എന്തായിരുന്നു, ഫോഴ്സിൻ്റെ ആക്ഷൻസ് പറ്റി പഠിച്ചു. സോ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇതും മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ്, നമ്മുടെ ആക്ഷൻ ഓഫ് ഫോഴ്സസ് സോയിലിലാണ് അല്ലേ. ഒന്നെങ്കിൽ സോയിലിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ വാട്ടർ ഈ സോയിലിൽ കൂടെ ഒഴുകുമ്പോൾ ആ ഫ്ലോ ഓഫ് വാട്ടർ കൊണ്ട് സോയിലിനുണ്ടാവുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ഫോഴ്സ് ആക്ഷൻ ഓൺ സോയിൽ. ദെൻ ഈ സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഡോക്ടർ കാൾ ടെസാഗിയാണ്. അദ്ദേഹമാണ് ഇതിൽ കൂടുതൽ റിസർച്ച് അയാൾക്ക് ചെയ്ത് സോയിൽ മെക്കാനിക്സ് എന്നൊരു സബ്ജക്റ്റിനെ ഉണ്ടാക്കിയെടുത്തത്. സോ ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ്. നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിലേക്ക് വരുവാണെങ്കിൽ, ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബോർഡർ ടേമാണ്. അതായത് അതിനകത്ത് സോയിൽ മെക്കാനിക്സും ഇൻക്ലൂഡഡ് ആണ്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡഡ് ആണ്, റോക്ക് മെക്കാനിക്സ്, ജിയോളജി, അങ്ങനെയുള്ള ഈ എല്ലാ സബ്ജക്റ്റും കൂടി ചേർന്നിട്ടുള്ള കൂടിയ ഒരു ബോർഡർ ബ്രാഞ്ച് അല്ലെങ്കിൽ ബോർഡർ ടേമാണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? സോയിലിനെ പറ്റി പഠിക്കണം. അതായത് സോയിലിൻ്റെ ഒറിജിൻ, എങ്ങനെയാണ് സോയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ സോയിൽ ഉണ്ടാവുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. സോയിൽ ഇസ് ഫോംഡ് ബൈ ദി വെതറിംഗ് ഓഫ് റോക്സ് ഓർ ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. വെതറിംഗ് ഓഫ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ റോക്സ് അതിൽ ഫോഴ്സസിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ആക്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതെന്ത് പറ്റും? ആ റോക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് പൊടിഞ്ഞ് കുഞ്ഞു ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. സോ സോയിൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് റോക്ക് പ്ലസ് ഓർഗാനിക് മാറ്റർ. അതാണ് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഈ വെതറിംഗ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് വെതറിംഗ് ഉണ്ട് മെയിനായിട്ടും. ഒന്ന് ഫിസിക്കൽ വെതറിംഗ്, സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ വെതറിംഗ്. പേരിൽ തന്നെ ഉണ്ട് ഫിസിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പേരൻറ്റ് റോക്ക്, ആ റോക്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു ഫോഴ്സ് അതിലേക്ക്
എഫക്റ്റ് ചെയ്യുന്നു, ലൈക്ക് വിൻഡ് ഭയങ്കര ഭയങ്കര സ്ട്രെങ്തിൽ ബ്ലോ ചെയ്യുന്ന എന്തെങ്കിലും വിൻഡ് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് അങ്ങനെയൊക്കെ ഒരു സോയിൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് വെതറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും കെമിക്കൽ ആക്ഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോക്കിൽ ആസിഡ് റെയിൻ വീഴുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ആസിഡ് റെയിൻ വീഴുമ്പോൾ അതിനകത്ത് ആസിഡ് ഉണ്ട് അല്ലേ. സോ ആസിഡും ഈ റോക്കിൽ ഉള്ള മിനറൽസും തമ്മിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്ത് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സോയിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളായിട്ട് മാറാം. അതല്ല എങ്കിൽ ഇപ്പോൾ അതിലെന്തെങ്കിലും ഒരു വെജിറ്റേറ്റീവ് മാറ്റർ, എന്തെങ്കിലും ഒരു അസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ ആൽക്കലി എഫക്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു വെജിറ്റേറ്റീവ് മാറ്റർ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കെമിക്കൽസ് കൊണ്ട് ഈ റോക്കിൻ്റെ മിനറലുമായിട്ട് റിയാക്ട് ചെയ്ത് റോക്ക് പാർട്ടിക്കിൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. സോ കെമിക്കൽ ആക്ഷൻ കൊണ്ട് സോയിൽ ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ഷൻ കൊണ്ടും സോയിൽ ഫോം ചെയ്യാം. സോ ഈ രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ള വെതറിങ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് വെതറിങ് സംഭവിക്കുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, സോയിൽ ഫോം ചെയ്യുന്നത്. പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്, അതിന് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടായിട്ട് കാണിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ആക്ഷൻ, ഫിസിക്കൽ ആക്ഷൻ കൊണ്ട് സോയിൽ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നതാണ് ഫിസിക്കൽ വെതറിങ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത് സാൻഡ്, ഗ്രാവൽ എന്നൊക്കെ പറയുന്നത് ഫിസിക്കൽ വെതറിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി കെമിക്കൽ വെതറിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫിസിക്കൽ വെതറിങ് നടക്കുന്ന സമയത്ത് ഒരു വലിയൊരു റോക്കിൽ നിന്നാണല്ലോ സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. സോ ആ റോക്കിൻ്റെ പ്രോപ്പർട്ടിയും ആ റോക്കിൻ്റെ മിനറൽ പ്രോപ്പർട്ടിയും ഈ സോയിലിൻ്റെ പ്രോപ്പർട്ടിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ കെമിക്കൽ വെതറിങ് നടന്നാണ് സോയിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിലുള്ള മിനറൽ കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ, കെമിക്കൽ ആക്ഷൻസ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും ആ മിനറലിൻ്റെ സ്വഭാവം ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. സോ പേരൻറ് റോക്കിൻ്റെ ക്യാരക്ടറും ഈ സോയിൽ അതിൽ നിന്ന് കെമിക്കൽ ആക്ഷൻ വഴി ഉണ്ടായ സോയിലിൻ്റെ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഡെപ്പോസിറ്റ്സിനെ പറ്റിയിട്ട്. ഓക്കെ, ഇപ്പോൾ സോയിൽ ഡെപ്പോസിറ്റ്സിന് നമ്മൾ പല രീതിയിൽ പറയും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റെസിഡ്യുവൽ സോയിൽസ്. ഇപ്പോൾ റെസിഡ്യുവൽ സോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞായിരുന്നു, നമുക്കൊരു പേരൻറ് റോക്ക് ഉണ്ട്. ആ പേരൻറ് റോക്കിൽ ഫിസിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ എന്തെങ്കിലും ആക്ഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ സോയിൽ പാർട്ടിക്കിൾസ്, കുഞ്ഞു സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നത് അല്ലേ. ഈ സോയിൽ പാർട്ടിക്കിൾസ് പേരൻറ് റോക്കിൻ്റെ അടുത്ത് തന്നെ, എവിടെയാണോ ആ റോക്ക് ഉണ്ടായിരുന്നത് ആ റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ താഴെ തന്നെ അല്ലെ അതിനടുത്തായിട്ട് തന്നെയാണ് ആ സോയിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സോയിൽസ് ഉള്ളതെങ്കിൽ ആ സോയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. അത് പേരൻറ് റോക്കിൽ ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചു, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ സോയിൽ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ നമ്മുടെ വിൻഡ് ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ, അല്ലെങ്കിൽ വാട്ടർ റിവറിലേക്ക്, താഴെ ഒരു റിവർ ഉണ്ടെന്ന് വിചാരിക്കാം റോക്കിൻ്റെ താഴെ. അപ്പോൾ ആ റിവർ എന്ത് ചെയ്യും, ഈ വരുന്ന പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകും അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ഷൻ വഴി ഈ പാർട്ടിക്കിൾസ് വേറൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയാം. ഓക്കെ, റെസിഡ്യുവൽ സോയിൽ എന്ന് പറഞ്ഞാൽ പേരൻറ് റോക്കിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ഷൻ, അല്ലെങ്കിൽ വിൻഡ് ആകാം, അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ റെയിൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ വഴി ഈ ലൊക്കേഷനിൽ നിന്നും, പേരൻറ് ലൊക്കേഷനിൽ നിന്നും അത് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആയാൽ ആ ഒരു ഡെപ്പോസിറ്റിനെ നമ്മൾ എന്ത് പറയും, ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് അലൂവിയൽ ഡെപ്പോസിറ്റ്. അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ ഒക്കെ അടിത്തട്ടിൽ കാണുന്നത് അല്ലേ. റിവർ, അതായത് നല്ല ഒഴുക്കുള്ള ഏതെങ്കിലുമൊക്കെ റിവറിൻ്റെ അടിത്തട്ടിലുള്ള സോയിലുകളെയാണ് നമ്മൾ അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ്. ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വാട്ടറിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ലേക്ക്, തടാകത്തിൻ്റെയൊക്കെ അടിയിലുള്ള വാട്ടർ ഡെപ്പോസിറ്റ്, അതിനെയാണ് നമ്മൾ ലാക്കസ്ട്രൈൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് മറൈൻ ഡെപ്പോസിറ്റ്. മറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, സീ വാട്ടർ അല്ലെങ്കിൽ സീയുടെ അടിത്തട്ടിലുള്ള സീ വാട്ടറിൻ്റെ താഴെയുള്ള സോയിൽ, അതിനെയാണ് നമ്മൾ മറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എയോലൈൻ ഡെപ്പോസിറ്റ്. എയോലൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റഡ് ബൈ വിൻഡ് ആണ്. അതായത് ഈ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും വിൻഡിൻ്റെ ആക്ഷൻ വഴി വിൻഡ് അതിനെ ദൂരേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എയോലിൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡെപ്പോസിറ്റ് എക്സാമ്പിളാണ് ലോസസ്. ഇതൊരു സോയിലിൻ്റെ പേരാണ് കേട്ടോ, ഫീൽഡ് നെയിമാണ് ലോസസ്.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്. അതായത് ഗ്ലേഷ്യർ ആക്ഷൻ വഴി, മഞ്ഞിൻ്റെയൊക്കെ എന്തെങ്കിലും ആക്ഷൻ വഴി ഡെപ്പോസിറ്റഡ് ആവുന്ന സോയിലിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഡ്രിഫ്റ്റിൽ എന്നൊക്കെ പറഞ്ഞ സോയിൽസ്. ദ നെക്സ്റ്റ് വൺ ഈസ് കൊളോവിയൽ ഡെപ്പോസിറ്റ്. കൊളോവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റി. ഓക്കെ, ഗ്രാവിറ്റിയുടെ ആക്ഷൻ വഴി സോയിലിനെ എവിടെയെങ്കിലും ഇപ്പം ഡിസിൻറ്റഗ്രേറ്റഡ് സോയിലിനെ മേളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഹില്ലിൻ്റെ മേളിൽ നിന്ന് അതിനെ താഴേക്ക് കൊണ്ടുവന്ന് ഗ്രാവിറ്റിയുടെ ആക്ഷൻ വഴി താഴേക്ക്, അതിൻ്റെ വെയിറ്റ് കൊണ്ട് താഴേക്ക് വരികയാണ്. സോ അതിനെയാണ് നമ്മൾ കൊളോവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് മിക്ക സോയിലും തന്നെ ഗ്രാവിറ്റി കൊണ്ട് താഴേക്ക് ഡെപ്പോസിറ്റഡ് ആവും, എക്സ്പെക്ട് ടാലസ്. ടാലസ് അതിൽ വരില്ല. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ്സ്, ഈ ഓരോ ഇതിൻ്റെ ആക്ഷൻ കൊണ്ട്, വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ട് ഡെപ്പോസിറ്റ് ആവുന്ന അല്ലെങ്കിൽ റിവറിൽ ഡെപ്പോസിറ്റ് ആവുന്ന സോയിൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ, സോയിലിൻ്റെ ഫീൽഡ് നെയിംസ്. ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് നെയിംസ് ഓഫ് സോയിൽസ്. ഒരുപാട് ടൈപ്പ് ഓഫ് സോയിലുണ്ട്, അതിൽ കുറച്ച് എക്സാമ്പിൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ബെൻഡോണൈറ്റ്. അതൊരു സോയിലിൻ്റെ ഫീൽഡ് നെയിമാണ് ബെൻഡോണൈറ്റ്. ബെൻഡോണൈറ്റിനെ പറയുന്നത് ഇറ്റ്സ് എ കെമിക്കലി വെതേർഡ് വോൾക്കാനിക് ആഷ് എന്നാണ്. അതായത് കെമിക്കൽ വെതറിങ് വഴിയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ബെൻഡോണൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി വാട്ടർ അബ്സോർബൻ്റ് ആണ്. ദാറ്റ് ഈസ്, അത് നന്നായിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഷ്രിങ്കേജും സ്വെല്ലിങ്ങും വളരെ കൂടുതലായിരിക്കും. ഇതിനകത്ത് ഈ ഷ്രിങ്കേജും സ്വെല്ലിങ്ങും ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ക്ലേ മിനറലാണ്. അതിൻ്റെ പേരാണ് മോണ്ട് മോർണോനൈറ്റ്. ആ ഒരു ക്ലേ മിനറലിലെ മോണ്ട് മോർണോനൈറ്റിൻ്റെ എന്ന ക്ലേ മിനറലിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ആ ബെൻഡോണൈറ്റ് എന്ന് പറയുന്ന സോയില് വളരെ പെട്ടെന്ന് ഹൈ ആയിട്ട് ഷ്രിങ്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്വെല്ല് ചെയ്യുന്നതും. ഓക്കെ, ദാറ്റ് ഈസ് ബെൻഡോണൈറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലോം. അത് നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് സോയിലിൻ്റെ ഫീൽഡ് നെയിമാണ്. ലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. ആ സാൻഡും സിൽറ്റും ക്ലേയും എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാവും, അത് ഈക്വൽ പ്രപ്പോർഷൻസിലായിരിക്കും. ഓക്കെ, അതാണ് ലോം മിക്സ്ചർ അല്ലെങ്കിൽ ലോം എന്ന് പറയുന്നത്. ദെൻ പീറ്റ്. പീറ്റ് എന്ന് പറഞ്ഞ സോയിൽ ഇറ്റ്സ് എ ഹൈലി ഓർഗാനിക് സോയിലാണ്. അതായത് അതിനകത്ത് ഫുള്ളി വെജിറ്റേറ്റീവ് മാറ്റർ പ്രസൻ്റ് ആയിരിക്കും. അതായത് വെജിറ്റേറ്റീവ് മാറ്റേഴ്സിൻ്റെ ഡീകമ്പോസിഷൻ വഴി ഫോം ചെയ്ത സോയിൽ, അതിനെയാണ് നമ്മൾ പീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമസ്. ഹ്യൂമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് സോയിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോയിലിൻ്റെ ഒരു പർട്ടിക്കുലർ സോയിൽ കൺസിഡർ ചെയ്യണം, അതിൽ ഏറ്റവും ടോപ്പ് പോർഷനിലുള്ള സോയിലിനെയാണ് നമ്മൾ ഹ്യൂമസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൽ പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് മാറ്റർ ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത് ടോപ്പ് സോയിൽ. ദെൻ നെക്സ്റ്റ് ഒരു നെയിമാണ് മക്ക്. മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റോക്ക് പാർട്ടിക്കിൾസ്, അത് ഇനോർഗാനിക് പാർട്ടിക്കിൾസും കാണും, അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററും കാണും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും മക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ സോയിലുകളുടെ ഫീൽഡ് നെയിംസ് ആണ്. ഇനിയും ഉണ്ട് ഡിഫറെൻറ്റ് ഒരുപാട് ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ട്. സോയിലിൻ്റെ പല പല പേരുള്ള സോയിലുണ്ട്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ 5 ഇവിടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് നെയിംസ് ഓഫ് സോയിൽസ്.